ആലംബഹീനർക്ക് രക്ഷ കൊടുക്കേണം ആരംഭത്വാഹാവിൻ അരുൾ നമ്മളോർക്കേണം. അവശരെ കണ്ണോ നീരൊപ്പുന്നോർക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിടും കാരുണ്യമോശാരം. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, നമ്മളെ ഇന്നത്തെ വീഡിയോ ആടുലേഹം വരകണീന്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. പാപ്പുവിന് പണി കൊടുത്ത വീഡിയോസും ഉണ്ട്, ഇച്ച് പണി തന്ന വീഡിയോസും ഉണ്ട്, ഒക്കെ കൂടായിട്ടൊരു ലോങ് വീഡിയോ ആണ് ഇത് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ നമ്മൾക്ക് എപ്പോഴും ലൈക്ക് അടിച്ചാൽ മറക്കുന്നുണ്ട് മക്കളെ. അപ്പോൾ ഫസ്റ്റ് തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ലൈക്കും ഒന്ന് തൊട്ടുകൊടുക്കിട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. സന്തോഷ വാർത്ത വേറൊന്നുമല്ല, എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവരും ഉണ്ടാവും. എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ വയസ്സായ അമ്മമാരും ഉപ്പമാരാണ്. അപ്പോൾ ഓർക്ക് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ട. അപ്പോൾ ഓർക്ക് ഞാനൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓർക്കാണെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാനും അറിയില്ല, അതേപോലെ തന്നെ വാട്സപ്പിക്ക് വരാനും അറിയില്ല. അങ്ങനത്തെ ഒരിക്കലൊരു സൗകര്യമാണ്. പോസ്റ്റ്മാന് വീട്ടിൽ കൊണ്ടു വരുമ്പോൾ കൊടുത്താൽ മതി പൈസ. അപ്പോൾ നിങ്ങൾ പെൻഷൻ കിട്ടിയ പൈസയൊക്കെ ഉണ്ടാവുമല്ലോ പാത്തച്ചിരിക്കണത്, അത് ആൾ വരുമ്പോൾ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വിളിച്ചുങ്ങാണ്ട് പറഞ്ഞ് നിങ്ങൾ അഡ്രസ്സ് തന്നാലും മതി. പക്ഷേ പിന്നെ പൈസ സാധനം വരുമ്പോൾ വീട്ടിൽ കൊടുത്താൽ മതി കേട്ടോ. പോസ്റ്റ്മാനെ കജ്ജ് കൊടുത്താൽ മതി കേട്ടോ. വയസ്സായവരോടാണ് ഇങ്ങനത്തെ പറച്ചിൽ പറയുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിലവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ പോസ്റ്റ്മാന് ഞങ്ങൾക്ക് ലേഹ്യം ഓർഡർ ചെയ്ത് തന്നാൽ വീട്ടിലേക്ക് കൊടുന്ന് വരുമ്പോൾ കൊടുത്താൽ മതി പൈസ. അപ്പോൾ പൈസ ഒക്കെ കജ്ജി പിടിച്ച് കുത്തിർന്നോളൂ. പോസ്റ്റ്മാൻ വരുമ്പോൾ കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ സാധനം ഓർഡർ ചെയ്താൽ ഗൂഗിൾ പേ ഇല്ല, വാട്സപ്പ് ഇല്ല, എങ്ങനെ കിട്ടുക എന്നുള്ള ടെൻഷൻ വേണ്ട. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചിങ്ങാണ്ട് ഈ അഡ്രസ്സ് തരിക. കഷായം കറണ്ടില്ലാത്തോണ്ട് എന്താണ് കരി ദാരി കിട്ടി മനക്കറി എത്തിമ്പോ കരി കറപ്പാണ് എത്തി. ഞാൻ തക്ക് വെക്കണ്ട് ണ്ടോ ആടിനൊക്കെ എന്നെ വിളിച്ചാൽ പറ്റുമോ? എല്ലാരും ഹലാലാണോ ചോദിച്ചിട്ടുണ്ട്. അതിലുണ്ടോക്ക കവറിലുണ്ടോക്ക അപ്പൊ മക്കളെ, നമ്മളെ ഫസ്റ്റ് കഷായം ആട്ടിലേഹത്തിക്കുള്ള കഷായം വെക്കണ പണിയിലാണ് കേട്ടോ. നമ്മളെ ലേഹം വാങ്ങാത്ത എന്തുദ്ദേശിച്ചാ കൊടുക്ക പൊട്ടിച്ചോ. ഇനി ഇത് കൊണ്ടുപോയി ഇതെന്താ ചോദിച്ച് പിന്നെ ഈ മരുന്നും പൊടി എന്താണ് എന്താണ് പ്ലാന് പറഞ്ഞിട്ട് എന്നിട്ട് എന്താ പ്ലാന് പറയാ? ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനല്ല, 7 കൊല്ലം പറഞ്ഞു. 6 കൊല്ലം എന്റെ ഒപ്പം നിന്നിട്ട് 7ാമത്തെ കൊല്ലം ഉദ്ഘാടനം ഇത് കഴിച്ചു. അതൊരു കമ്പ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഇഞ്ഞൊന്ന് പഠിച്ചിട്ട് പോയി ഒറ്റക്ക് തുടങ്ങണം, അല്ലാതെ ഇഞ്ഞ പൊന്നിച്ചടന്നല്ല. പിന്നെ നമ്മള് തുടങ്ങാന് അനപ്പോ ജോലി ഇത് പിരിച്ചു വിടണം. രാജിക്കത്ത് വേണം, ജീവിച്ച് പോയിക്കോട്ടെ. നമ്മള് മറ്റോ പറഞ്ഞാല് ഞാന് കൂട്ടാണ്. ഈ കൂട്ടിപ്പോ മെമ്മറി കയറും. അത്രയുള്ള മെമ്മറി പവർ അതാ വീഡിയോയിലും കമന്റിലും ചോദിച്ചിരുന്നല്ലേ ഇതിന്റെ എന്താ മരുന്ന് ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ടോ? ഇന്റതല്ല ഞങ്ങളത് നമ്മളത് ഞാൻ തന്നെ പറഞ്ഞേ. ശമ്പളം കിട്ടുമ്പോ ഒട്ട് വേണോ? ഡോളറിന് എത്ര വേണമെന്ന് പറഞ്ഞാൽ അത് ചോദിച്ചാൽ മതി. ഗൂഗിൾ പേ നമ്പർ ഗൂഗിൾ പേ നമ്പർ കൊടുത്ത് നമുക്ക് വിളിച്ചു പറയും. പെങ്ങളോട്ട് തന്നീനോ? ആദ്യം ചോദിച്ചോട്ടെ. പെങ്ങളോട്ട് തന്നീനോ ഡോളറിന്? 5 കൊല്ലം കൊണ്ട് 5 അന്നെ ഡേറ്റ് എടുത്തു. 5 കൊല്ലം കിട്ടിയല്ലോ. അവിടെ 5 അക്കൗണ്ട് ഒക്കെ മാറ്റിയത് കൊറേ കഴിഞ്ഞിട്ട് കിട്ടിയല്ലോ. ആയിട്ട് പക്ഷെ എമൗണ്ട് പറഞ്ഞോ?
എമൗണ്ട് അറിയില്ല, എന്നാലും ആദ്യം ഓളെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിക്കല്ലേ, അപ്പൊ പെട്ടെന്ന് കിട്ടിയില്ല. അടുത്തുണ്ട്. ആ ഇനി മതി. ഇറങ്ങി അലജിന്റെ കൊണ്ട് ഒളിപ്പിച്ചാൽ വന്നിക്കണേ. തോനെ കലഞ്ചു കൊണ്ടോട്ടെ കുട്ടണ്ട. ഊര കളയണ്ട നിൽക്കേ. ഞാൻ പിടിച്ചാ കുട്ടി കാര്യം ഉണ്ടാവും. മെല്ലെ 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 മക്കളെ ഉള്ളി ഒലിവയും വേവിച്ചതാണ് കേട്ടോ ഈ ചോദിച്ചേ. വെളുത്തുള്ളി ഉണ്ടായില്ലേ കുഞ്ഞോളെ മാറിട്ടോ. പിന്നെ എന്താണ് നമ്മളാ വലിയ കൊടുക്കല്ലേ പൊന്തോ ഞാൻ പറഞ്ഞ അതിനകത്ത് ചോറിട്ടുണ്ട്. ആ ചോറുണ്ട്. അല്ല ചോറുണ്ടോ? വെച്ചോണോ? ചോറാണ് വേണ്ടത്. അതുകൂടി ഞാൻ വെച്ചത്. മക്കളെ നമ്മളെ ലേഹത്തിക്കൽ ഇന്നത്തെ ലേഹത്തിക്കൽ സാധനങ്ങളാണ്. മറ്റേത് ബസ്സിന്റെ സമയത്തോ? ബസ് ഇപ്പൊ തന്നെ പോകുക. അല്ല അപ്പഴേ സമയം വല്ല കുറച്ചിട്ടാ മതി. എന്നിട്ട് അവിടെ നിന്ന് ഒന്നുകൂടി വന്നിട്ട് മതി നിർത്തിക്കോ. അഡ്രസ്സ് തരുമ്പോ പ്രത്യേകം പറയാലത് കറക്റ്റ് പറഞ്ഞു തരണം. പിൻകോഡും സ്ഥലപ്പേരും ഇല്ലെങ്കിൽ സാധനങ്ങൾക്ക് അവിടെ എത്തൂല. അപ്പോൾ അങ്ങനെ കുറേ സ്വയിപ്പായതുണ്ട്. പിന്നെ പുതിയ ആൾക്കാർക്കൊന്നും അഡ്രസ്സ് എഴുതുന്നത് അറിയില്ല. നമ്മളതിന് 80s 90s അഡ്രസ്സ് കത്തെഴുതിങ്ങാണ് പരിചയം ഉണ്ടാവുകൊണ്ടേ പിന്നെ പിൻകോഡും പോസ്റ്റും ഒക്കെ കാണാപ്പാടാണ്. ഇപ്പോഴത്തെ കുട്ടികൾ എഴുതുന്ന അഡ്രസ്സിലൊന്നും പിൻകോഡും ഇല്ല, പോസ്റ്റും ഇല്ല, വഴിയില്ല. അതുകൊണ്ട് എന്താ സംഭവം എന്നറിയോ, ഈ പിൻകോഡും ഇല്ല പോസ്റ്റും ഇല്ലാതെ സാധനം ഇവിടുന്നാണ് പോരും ചെയ്യും, പകുതി വൈക്കാടെ കടക്കുകയും ചെയ്യും. പിന്നെ ഓല അഡ്രസ്സ് തപ്പി പൊടിച്ച് വരുമ്പോഴത്തേന് ഇത് കുറേ ദിവസം ആകുകയാണ്. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ഡേറ്റ് കഴിഞ്ഞുമ്പോഴത്തേനും അവിടെ ഇവിടെ ഇടുകയല്ലേ. അപ്പം ശരിക്കും ഇവിടുന്ന് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ നല്ലോണം ഉണ്ടെങ്കിൽ ഇതൊരു കേടും വരില്ല. എണ്ണ ഇവിടുന്ന് തോനെ നമുക്ക് അയക്കാനും കഴിയൂല. ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇത് ലീക്ക് വരികയാണ്, അതുകൊണ്ട് കിട്ടിയ ഫ്രിഡ്ജിൽ വെക്കണം പറയുന്നത് അതുകൊണ്ടാണ്. ഈ നല്ലെണ്ണയാണ് ഇതിൻ്റെ പ്രിസർവേറ്റീവ്സ്, അത് നമുക്ക് ഇവിടുന്ന് തോനെ അയക്കാൻ കഴിയൂല. അപ്പം അതുകൊണ്ട് നിങ്ങൾ അഡ്രസ്സ് കറക്റ്റ് അയച്ചാൽ നമുക്കിത് 4ാമത്തെ ദിവസം ഇത് വീട്ടിൽ കിട്ടുന്നുണ്ട്. വർക്കിംഗ് ഡേയ്സ് 4ാമത്തെ, നിങ്ങൾ ഓർഡർ തന്ന് 4ാമത്തെ ദിവസം തന്നെ. 4ാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ തന്നെന്ന് പറയാൻ സാധനം കുടിയിലുണ്ടെങ്കിലേ ഓർഡർ തന്നാൽ കിട്ടുള്ളൂ കേട്ടോ. വിരകിയ ഉടനെ ഉള്ളു ഉണ്ടാവുക, അല്ലാതെ നമ്മൾ വിരകി കുറേ ദിവസം കഴിഞ്ഞ് ലാസ്റ്റ് സാധനം ഉണ്ടാക്കുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾ ഓർഡർ തന്നാൽ 1 മാസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഓർഡർ ഫുള്ള് ഏകദേശം പകുതി ആൾക്കാർക്കും സാധനം ഓർഡർ ആയിട്ടേ നമ്മൾ വിരകുള്ളൂ. പുതിയ ബാച്ച് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളത് വിരകിങ്ങാണ്ട് വെക്കൂല. അപ്പോൾ ആ വിരകിൽ ബാക്കിയില്ലതാണ് നമ്മൾ ആ വിരകി ഉടനെ ചോദിച്ചവർക്ക് കൊടുക്കട്ടോ. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മളെ കയ്യിൽ സാധനം ഉണ്ടാവൂല, ഉണ്ടാവുമ്പോൾ അയക്കുകയാണെങ്കിൽ 4 ദിവസം കൊണ്ട് കിട്ടും. അതാണെങ്കിൽ വർക്കിംഗ് ഡേയ്സ് 4 ദിവസം എന്നാ പറയും കേട്ടോ. ഇനിയിപ്പോൾ ആഗസ്റ്റ് 15 ലീവ് വരുന്നുണ്ട്, ശനിയാഴ്ച അല്ല ഞായറാഴ്ച ലീവാണ്, അതേപോലെ ഓണാവധി വരുന്നുണ്ട്. അപ്പം അതിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ സാധനം ഇവിടുന്ന് പോരും ചിജുങ്ങ കജിക്കോട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അതൊരു ഗതികേടാണ്. അപ്പം അഡ്രസ്സ് കറക്റ്റ് തരുന്നൊരു അഡ്രസ്സ് തരും കേട്ടോ. ഇപ്പം ഇപ്രാവശ്യം ലേഖം ഇറങ്ങിയിട്ട് അയച്ചിൽ കുറേ ആളെ പിൻകോഡ് തെറ്റിയാണ് ഇങ്ങോട്ട് തന്നെ റിട്ടേൺ വന്നിക്കുന്നത്. റിട്ടേൺ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ കൊടുന്നിക്കണ്. പിൻകോഡും വഴിയില്ല. പിന്നെ പിൻകോഡ് ഗൂഗിൾ നോക്കിയാൽ കിട്ടുന്ന എഴുതാ, വഴിയും എഴുതിയിട്ടില്ല, സ്ഥലപ്പേരും എഴുതിയിട്ടില്ല. പിന്നെ ഞാനത് അഡ്രസ്സ് വിട്ടപ്പോ ഞാൻ നോക്കിയതുമില്ല. പിന്നെ ഞാൻ എഴുതിയപ്പോഴും തന്നെ ഇവര് സ്ഥലപ്പേരാണ് ഇതിങ്ങനെ തരുന്നത്, അഡ്രസ്സാണോ പിന്നെ ഒരു വീട്ടുപേരാണോന്ന് അറിയില്ലല്ലോ. കുറേ പേര് സ്ഥലങ്ങളുണ്ട്, പക്ഷെ ശരിക്കും വഴി എഴുതിയിട്ടില്ല. ഏതായാലും അഡ്രസ്സ് തെറ്റാണ്. ഒരു 3-4 എണ്ണം ഇവിടെ ഉണ്ട്. അതിന് വിളിച്ചും പറഞ്ഞു, ചിലവർ ഫോൺ നമ്പറും ഇല്ല വിളിച്ചു നോക്കാൻ. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ അഡ്രസ്സ് തരുന്നത്. അപ്പോൾ അഡ്രസ്സും ഫോൺ നമ്പറും കറക്റ്റ് ഒന്ന് തരണം കേട്ടോ. പിന്നെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഗതികേടാണ് നമുക്ക്. പിന്നെ ആരതാ കിട്ടാത്ത നോക്കുമ്പോൾ പിന്നെ അഡ്രസ്സ് ശരിയായിട്ടില്ലെങ്കിൽ അഡ്രസ്സും പേരും വീട്ടിൽ കിട്ടേണ്ട അഡ്രസ്സ് നിങ്ങൾ കറക്റ്റ് ഒന്ന് എഴുതോണ്ട് ഫോൺ നമ്പറും. അപ്പോൾ നമ്മളെ വീഡിയോക്ക് അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.